പുള്ളി എന്നെ ഇങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുവന്ന്. അപ്പൊ ഒരു ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ട്. ഇതാണ് ഫുഡ്. ഫിഷും. ഹായ്, ബൈ ബൈ, താങ്ക് യു, സീ യു അഗൈൻ. നല്ല ചെളിയുള്ള റൂട്ടാണ്. അതാ കുറേ സാധനങ്ങളുണ്ട്, കുട്ടികളെ ട്രോളി അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. ആൾക്ക് ഓക്കെ. ഹായ്, യുവർ നെയിം? Kaigit. I am Faiz from India, cycling all the way from India to London. ഇതാണ് ഫെറിയിലെ ലിഫ്റ്റ്. ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? 7 പോയാൽ ഫുഡ്, 6ലും ഫുഡ് തന്നെ, 5 കാർ ഡെക്ക്. Philipp? Du, die Steckdose im Südosten, ne? Leuchtet die, wenn der Schlüssel dreht? Ja, die im Südosten funktioniert ja. Nur die im Süden die hat geleuchtet, aber nicht. അടിപൊളി. ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? പുള്ളി എന്നെ ഇങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുവന്ന്. പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. പുള്ളി ഇവിടെ ഉള്ള ആരോടും എന്തോ പറഞ്ഞിട്ട് എനിക്കുള്ള ഫുഡ് റെഡിയാക്കുന്നുണ്ട്. ഇതാണ് സ്ഥലം. അപ്പോൾ ഒരു ഫുഡ് കൊണ്ടു തന്നിട്ടുണ്ട്. ഇതാണ് ഫുഡ്. ഫിഷും ചിപ്സും ഒക്കെ ആയിട്ട് അടിപൊളി. അങ്ങനെ ഫുഡ് കഴിച്ചു. ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ടു ഹെവി. നമുക്ക് പോവാം. ആ കാണുന്നത് ഡെൻമാർക്കാണ്. എത്താറായിട്ടുണ്ട്. നേരെ താഴേക്ക് പോവാം. ഈ ഫുഡിൻ്റെ പ്ലേറ്റ് എവിടെയാണെങ്കിലും വെക്കേണ്ടത്? ലീവ് വേസ്റ്റ് സോർട്ടിങ് ആസ്. യെസ്, വേസ്റ്റിൻ്റെ ഇവിടെ കൊണ്ടുവെക്കാൻ പറയുന്നുണ്ട്. ലീവ് വേസ്റ്റ് സോർട്ടിങ് ടു ആസ്. പ്ലീസ് പ്ലേസ് യുവർ ട്രേ വിത്ത് യൂസ്ഡ് ടേബിൾ വെയർ. ഒന്നും മറന്നില്ലല്ലോ. നമുക്ക് പോവാം. എൻ്റെ സൈക്കിൾ അവിടെ വെച്ച് വന്നാണ്. എൻ്റെ സാധനങ്ങളൊക്കെ അതിലുള്ളത്, ഒന്നും ചെയ്തില്ല. അപ്പോൾ കോഫി എക്സ്പ്രസ്. എന്താണ്, ഗെയിമിംഗ് പ്ലേസ് ആണ്. ഗെയിം market, gaming. How can I go downstairs? Yeah. ഇതാണ് ഫെറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഈ സൈഡിലും ഉണ്ട് അതുപോലത്തെ ഒരു ഫുഡ് കൗണ്ടർ, കിച്ചൺ. നമുക്ക് നേരെ തിരിച്ച്
ഒരു ഫെറി ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഫെറി അതാ അവിടെ ജർമ്മനിയിൽ ഡെൻമാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ കയറിയ ഫെറി അതാണ്. ഇതല്ല. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അതാ കാണുന്നതാണ്. ലിഫ്റ്റ്. ലിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, തേർഡിൽ ട്രക്ക്, ഫിഫ്തില് കാർ ഡെക്ക് എന്നാ വാഷ്, കുളിക്കാനുള്ള സ്ഥലമാണോ ഉദ്ദേശിച്ചത് അറിയില്ല. വാഷിൻ്റെ ഇത് കാണുന്നുണ്ട്. പിന്നെ 6ഉം 7ഉം. Which way? This way? Forgot which way. I think this is the way. Go back. ഈ വണ്ടിൻ്റെ മിറർ എന്താ ഇങ്ങനെ? ഓ, ഈ സാധനം കണക്ട് ചെയ്യുന്നോണ്ട് ആ വണ്ടിൻ്റെ മിറർ കുറച്ചും കൂടി വൈഡാക്കി വെക്കണം. അതാണ്. Where is my bicycle? Yeah, this is my bicycle. ഇതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Bye bye, thank you. See you again. I'm in Denmark. Wow. Very. ഇതാ ഫെറിയിലേക്ക് കയറാൻ വേണ്ടി അതാ കുറേ ആൾ നിൽക്കുന്ന. See you again. നമ്മളിനി തിരിച്ചു വരിക ഈ പോർട്ടിലൂടെ അല്ല, വേറൊരു പോർട്ടിലൂടെയാണ്. നമ്മളിനി നോർവേന്ന് ഡെൻമാർക്കിലേക്കാണ് ഇനി ഫെറി ഉപയോഗിക്കാനുള്ളത്. നമുക്ക് ഈ ലൈൻ എടുക്കാം. Yeah, we can use this line.
നല്ല തണുപ്പുണ്ട്. ഡെൻമാർക്ക്, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടും. ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ ഒക്കെ എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുതലാണ്. ഇപ്പം ഉള്ളതിനേക്കാളും തണുപ്പായിരിക്കും അങ്ങോട്ട് കേട്ടോ. ബൈ ബൈ. ഇവിടെ എത്തിയപ്പോൾ തണുപ്പ് കൂടിയിട്ടാ. അത് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ തണുപ്പ് കുറവുണ്ടായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ഇതാണ് ഫ്ലിക്സ് ബസ്. ഇനി നമ്മളിതാ ഡെൻമാർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. വീലൈൻ അവിടെ എന്തൊക്കെയോ ആരൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ എക്കോ വീലേഴ്സ് എന്നുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇവിടെ ഒട്ടിക്കായിരുന്നു. ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒട്ടിച്ചാലോ? സ്റ്റിക്കറില്ല. ഇനി എങ്ങോട്ടാ പോവാ ഒരു ഐഡിയ ഇല്ല. നേരെ വിടാം, കോപ്പൻഹാഗൻ ലക്ഷ്യമാക്കി വിടാം. ഇത് ഹൈവേയിലേക്കാണ്, സൈക്കിള് പോകേണ്ട റൂട്ട് ഇതാണ്. നല്ല ചെളിയുള്ള റൂട്ടാണ്. കഴിഞ്ഞ 2-3 ദിവസം മഴ ചെയ്തുകൊണ്ട് ഈ റൂട്ടിൽ മൊത്തം ചെളിയാണ്. ഇതാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന സൈക്കിൾ റൂട്ട്. അപ്പുറത്തൂടെ ഹൈവേ പോകുന്നുണ്ട്. ഹൈവേയിലൂടെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് സീ. എന്തോ മത്സരം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, റേസിംഗ് മത്സരം. കാറുകളൊക്കെ റേസ് ചെയ്ത് പോകുന്നുണ്ട്. 2 കാറുകളൊക്കെ വെച്ച് മത്സരിക്കുന്നുണ്ട്. എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ. മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാറുകളാ അത് മുമ്പ് കയറി. അവിടെ കുറെ ആളുകളെയൊക്കെ കാണുന്നുണ്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ കേട്ടോ. ഞാൻ ജാക്കറ്റൊക്കെ ഊരി. ഇപ്പം നല്ല സുഖമുണ്ട്, നല്ല വെയിലും നല്ല തണുപ്പുമായിട്ട്. അപ്പോൾ അവിടെ ഒരു വീടിൻ്റെ മുമ്പിൽ കുറേ സാധനങ്ങൾ വെച്ചോ. എന്തിനാണെന്നറിയില്ല. അവിടെ വേസ്റ്റ് സാധനങ്ങൾ പുറത്തു കൊണ്ട് വെച്ചാണോ, ആർക്ക് വേണേൽ എടുത്തുകൊണ്ടാൻ വേണ്ടി വെച്ചാണോ എന്നറിയില്ല. ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഡെൻമാർക്കിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യൂ കേട്ടോ. അത് കുറേ സാധനങ്ങളുണ്ട്, കുട്ടികളെ ട്രോളി അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. സൈക്കിൾ. നമ്മുടെ നാട്ടിലും കുറേ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ഇത് നോക്ക്, ഇവിടുത്തെ റെയിൽവേ ക്രോസിങ് എന്ത് നീറ്റായിട്ടാ. നമ്മുടെ നാട്ടിലത്തെ കൂടെ കാറൊക്കെ പോകണമെങ്കിൽ, കാറും ബൈക്കൊക്കെ പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കണം. കാലൊക്കെ കുത്തി നിലത്ത് വീഴാത്ത രീതിയിൽ വേണം പോകാൻ. അങ്ങനെയാണ് അധികം ഉണ്ടാവല്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക.
ഇത് നോക്ക്, എത്ര സ്പീഡിൽ 120 സ്പീഡിൽ വേണമെങ്കിൽ ഇതിലൂടെ പോകാൻ പറ്റും. ഒരു ട്രാഫിക് ബ്ലോക്കോ ട്രാഫിക് ജാം ഒന്നും ഉണ്ടാവില്ല. കാരണം അത്രയും സ്മൂത്താണ് സംഭവം. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കല്ലുകളാണ് ഉണ്ടാവുക. അതാ കല്ലുകളില്ലേ, അതിൻ്റെ മുകൾക്കൂടെ ഇങ്ങനെ കുത്തി മറിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നല്ല കഥയാണ്. ഇതുപോലെ ഇത് റബ്ബറാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് റബ്ബറാ. യെസ്, റബ്ബറാ. എന്നിട്ടാൽ എത്ര വൃത്തിയുണ്ട്, എത്ര സ്മൂത്താണ്. ഇതൊന്ന് ആരെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. നല്ലൊരു അടിപൊളി ചേർച്ച്, ബ്യൂട്ടിഫുൾ വില്ലേജ്. ഹലോ, സൂപ്പർ. വാഹനങ്ങളൊക്കെ ധൈര്യമായിട്ട് നിർത്തിത്തരും. കണ്ണും പൂട്ടി ഡ്രൈവ് ചെയ്യുക. അങ്ങനെ വണ്ടികളൊക്കെ വരുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. കാറൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. സൈക്കിളിന് അപ്പുറത്തെ ട്രാക്കാണല്ലോ കാണിക്കുന്നത്. ഹായ്, യുവർ നെയിം? Yeah, from India. Yeah, beautiful country over here. Yeah, this is Denmark is very beautiful. I'm coming from Germany. It's Yeah, property beautiful weather. We have big trouble, rain trouble. trouble. Thursday. Så har vi nu hørt dagens name, Døllefjelmark. Der kommer become city. Den Døllefjell city. Oh. Der kommer Here, euro is accepting, or I have euros only. Is that accepting here, or need to change the currency, or? Der er lidt for meget, men får lov at lade London. Kan man også sige, det siger London. This way continental small islands are Askø. Askø. Okay. Farø. Næst Fenø, der går til Thailand lokal shipment. Der skal man til Arne. നല്ല വീടുകൾ. ഇതെന്തിനാ വീട് എ സി ഇട്ട് വെച്ച്? ഈ തണുപ്പത്താരാ എ സി ഇടുന്നത്? ഇനി അത് വേറെ എന്തെങ്കിലും ആണോ? അല്ലല്ലോ, എ സിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റാണ് കാണുന്നത്. ചിലപ്പോൾ അവർക്ക് ഈ തണുപ്പ് ചിലപ്പോൾ ചൂടായിട്ടായിരിക്കും തോന്നുന്നത്. ഡെൻമാർക്ക് കാഴ്ചകൾ. ആളുകളൊക്കെ ഇങ്ങനെ സൈക്കിളിൽ. അടിപൊളി. ഇവിടെയുള്ള കുതിരകളൊക്കെ എന്താ ഇങ്ങനെ ചെറിയത്? വലുതിനൊറ്റൊന്നിനെയും കാണുന്നില്ല, ഒക്കെ ചെറുതാ. ഹലോ, ഇങ്ങോട്ട് പാടോ, നിന്റെ സൗന്ദര്യം ഞാനൊന്ന് കാണട്ടെ. നല്ല രസമുണ്ട്. ആളിങ്ങോട്ട് വരുന്നില്ല. ഹലോ. അതിൻ്റെ തലയും ശരീരവും തമ്മിൽ വലിയൊരു മാച്ചിങ് കിട്ടുന്നില്ല. കാരണം സാധാരണ കുതിരൻ്റെ അതേ വലിപ്പമുണ്ട് തലക്ക്, പക്ഷേ ഉടല് ചെറുതായിട്ട്. ഇതിന് മുകളിൽ കയറിയിരുന്ന് പോകാൻ നല്ല രസമായിരിക്കും. വീഴുമെന്നുള്ള പേടി വേണ്ട. അവിടെ വേറെ ഒന്ന്. പുള്ളിക്കാരി ലോങ് ഹെയർ ആണ്, സ്ട്രൈറ്റൻ ചെയ്തെന്നാ തോന്നുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ട്. കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് എനർജി ആക്കിയിട്ടുണ്ട്. കയ്യിൽ ഒരു തുള്ളി വെള്ളമില്ല. എൻ്റെ കയ്യിലാണ് ഇവിടുത്തെ കറൻസി ഇല്ല, യൂറോ മാത്രമേ ഉള്ളൂ. ഇതിൽ ജ്യൂസ് ഇല്ല. ഇത് കാലിയാണ്. ഇത് നേരത്തെ കിട്ടിയത് കാലിയാണ്. ഇതും കാലിയാണ്. മൊത്തത്തിൽ കാലിയാണ്. ഒരിറക്ക് വെള്ളമില്ല.
ഇവിടെ ഒരു ടീം ഉണ്ട്, ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു, ഒരു പ്രായ ആളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചിട്ട് അവര് പറഞ്ഞു ഇതാ ബാത്റൂം കാണിച്ചു തന്നിട്ട് അവിടെ ഉണ്ട് വെള്ളം കുടിക്കുക. നല്ല അടിപൊളി ബാത്റൂം ആണല്ലോ. കണ്ടാ പിന്നെ വെള്ളം കുടിക്കില്ല, അതുപോലത്തെ ബാത്റൂമാണ്. എന്തായാലും വെള്ളമില്ല. ഞാൻ ഇവിടെ അടുത്തുള്ള വീട്ടിലോ എവിടെയെങ്കിലും പോയി ചോദിച്ചോക്കട്ടെ വെള്ളം കിട്ടുമോ. കയ്യില് വെള്ളം തീർന്നു. ഇവിടെ ഒരു ലേഡി ചെറിയൊരു മോനും നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു വെള്ളം തരുമോ. അപ്പൊ അവര് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. എന്റെ ബോട്ടിൽ വാങ്ങിച്ചു. ഇതൊരു വീടാ. വെള്ളം പോയിട്ടുണ്ട്. എവിടെ പോയി? താങ്ക് യു. ഹായ്. ഹലോ. Oh, this camera. Hey, look at me. I'm your friend. ക്യാമറ കണ്ടിട്ട് ആൾക്ക്. Okay. Hi. Your name? Kagit. I'm Faiz from India. Cycling all the way from India to London. Today I reached Denmark. I'm going to Copenhagen. Yeah. Then Gothenburg, Oslo, then again back to Germany, like that. Thank you so much. Thanks a lot.